എ പേഴ്സൺ ഹു നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ. യാതൊരു ഇൻട്രൊഡക്ഷൻ വേണ്ട, കാരണം നമ്മുടെ സ്വന്തം ജോർജ് സർ ആണ്. ഇപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നാറുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്, സംശയമൊന്നുമില്ല. ഞാൻ വീണ്ടും ഊന്നി പറയുന്നു, എൻ്റെ പേര് പ്രകാശ് വർമ്മ. യെസ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ജോർജ് സർ എന്നൊരു വ്യക്തി, പിന്നീട് പ്രകാശ് വർമ്മ എന്നൊരു വ്യക്തി, ദീസ് ആർ ടു, ഒരു ക്യാരക്ടറും ഒരു പേഴ്സണാലിറ്റിയുമാണ്. പക്ഷേ ജോർജ് സർ പ്രകാശ് വർമ്മനെ ഓവർടേക്ക് ചെയ്തു എന്നൊരു ഫീലിംഗ് എവിടെയോ മനസ്സിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അത് വളരെ നല്ല കാര്യമാണ്. കാര്യം നമ്മൾ ചെയ്തൊരു ക്യാരക്ടർ, ഇൻഫാക്റ്റ് അത് ഒരു സിനിമ, അതിലേറ്റവും മെനസിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, ഭയങ്കര എക്സ്ട്രീംലി നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വെറുക്കുന്നതിന് പകരം ഞാൻ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന, ഞാനുമായിട്ട് ഒരു പരിചയമില്ലാത്ത പ്രേക്ഷകരുടെ സ്നേഹം, അത് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എവിടെയോ ആ ക്യാരക്ടർ വർക്കായി എന്നുള്ളതാണ്. അതാണ് ശരിക്കും ഒരു പാരഡോക്സ്. ആൻഡ് റൈറ്റ് നൗ വി ആർ അറ്റ് പാരഡോക്സ് ഓഫ് ഫേസ് അറ്റ് കാ. ആൻഡ് ഇപ്പോൾ പറയുമ്പോൾ ഈ ഒരു ജോർജ് സർ, ഐ എം കമ്മിങ് ബാക്ക് ടു ദാറ്റ്, പക്ഷേ ഒരു പുതിയ സിനിമയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. അതിനെക്കുറിച്ച് പറയോ? യുവർ ന്യൂ മൂവി അതിനെക്കുറിച്ച് ഞാൻ ഇൻഫാക്റ്റ് അങ്ങനെ ഒന്നും പറയാനായിട്ടുള്ള അവസ്ഥയിലല്ല. പക്ഷെ എനിക്ക് ധാരാളം വേറെ അഡ്വർടൈസിങ്ങായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വർക്കിൻ്റെ ഇടയിൽ എനിക്ക് പറ്റാവുന്ന ചില പ്രൊജക്റ്റുകൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊന്ന് ഞാനിത് പിക്ക് ചെയ്യാനുള്ള കാര്യം, ഇതിൻ്റെ ഫിലിം മേക്കർ രഞ്ജിത്താണ്. രഞ്ജിത്ത് ഏട്ടൻ്റെ കൂടെ ഓഫ് കോഴ്സ് എന്തോരം ബോഡി ഓഫ് വർക്ക് ചെയ്താണ്, അസാധ്യ എഴുത്തുകാരനാണ്. അപ്പോൾ ഐ ആം കറൻ്റ്ലി എൻജോയിങ് ദ പ്രോസസ് ബീയിങ് വിത്ത് ഹിം വൈൽ വി ആർ മേക്കിംഗ് ദ ഫിലിം. അത്രേ ഇപ്പൊ പറയാം. ഇപ്പൊ ഞാൻ അതിന്റെ മുകളിൽ പറയില്ല, അത് സർപ്രൈസ് ആണ്, സസ്പെൻസ് ആണ്. അങ്ങനെ അല്ല, ഇറ്റ്സ് എ നോർമൽ ഫിലിം. നെഗറ്റീവ് ഷെയ്ഡ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് എനിക്ക് കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ധാരാളം രഞ്ജിയേട്ടൻ എൻ്റെ അകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ. എവറി ടൈം ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ, ദ പ്രോസസ്, ദാറ്റ് ഈസ് വാട്ട് മൂവ്സ് പ്രകാശ് വർമ്മ അഹെഡ്. ഈ പ്രോസസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ലൈഫിൽ ഒരു സംഭവം ഉണ്ടാവും. ബട്ട് ഫോർ യു, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് എക്സൈറ്റ്സ് യു അബൌട്ട് ദ പ്രോസസ്? എന്താണ് അതിലൊരു പവർ ഉള്ളത്? ടെൽ us about that process. അതിന്റെ ഏതൊരു പ്രോസസ്സും എന്നെ സംബന്ധിച്ച് അത് നമ്മൾ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എക്സൈറ്റിംഗ് ആക്കുന്നത് ഞാൻ കടന്നു പോകാത്ത വഴികളിൽ കൂടെ കടന്നു പോകുന്ന പ്രോസസ്സാണെങ്കിൽ അതിൽ നിന്ന് അതൊരു തിൻ ലൈൻ വാക്കാണ്. അപ്പോൾ അതിന് ധാരാളം റിസ്ക് എലമെന്റ്സ് ഉണ്ട്. നമ്മൾ ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫിലിം ആണെങ്കിൽ നമ്മൾ ചെയ്യാത്ത കൈൻഡ് ഓഫ് ജോൺറ, അല്ലെങ്കിൽ ഇപ്പോൾ അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാത്ത ഒരെണ്ണേ ചെയ്തിട്ടുള്ളെങ്കിലോ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും, അല്ലെങ്കിൽ ആ പറയുന്ന ടീം ഫിലിം മേക്കർ, ആ ടീമിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ചില, ഇതുവരെ മനസ്സിലാക്കാൻ നമ്മൾ ജീവിതത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ആ പ്രോസസ്സ് എന്ന്. അപ്പോൾ ആ പ്രോസസ്സിൽ നമ്മൾ മുഴുവനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് മെഡിറ്റേഷൻ പോലെയാണെങ്കിൽ ഭയങ്കര സുഖമാണ്. ബിക്കോസ് നമ്മൾ അറിഞ്ഞോ അറിയാതോ പലതും നമ്മൾ പഠിക്കും. പിന്നീടുള്ള നമ്മൾ എന്ത് തരം പ്രവർത്തനം, ഇപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കുകയാണെങ്കിലൊക്കെ ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വാല്യൂ കൊടുക്കുന്നത്. കാര്യം റിസൾട്ട് നമ്മുടെ കയ്യിലല്ല, പ്രോസസ്സിൽ മുഴുവനായിട്ട് ഇൻവോൾവ് ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് കൺട്രോൾ ഉള്ളൂ. ബാക്കി നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുക ഒന്നും ചെയ്തത്, നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ നമ്മൾ വീണ്ടും ബെറ്റർ ആകാൻ. ഈ പ്രോസസ്സിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അതിൽ ഏതെങ്കിലും ഒന്ന് that you really, അയ്യോ അത് പറ്റിപ്പോയല്ലോ എന്നൊരു എത്രയോ ക്യാമ്പയിൻസ് ഇൻഫാക്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത രീതിയിൽ ചിലപ്പോൾ അത് ഇവൻച്വലി വന്ന് കാണാൻ. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ, ഞാൻ എപ്പോഴും റിസ്ക് എലമെൻ്റ് ഉണ്ടെങ്കിൽ സഞ്ചരിക്കാത്ത വഴികളിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് പറ്റുമെങ്കിൽ. അപ്പോൾ ഒരു ക്യാമ്പയിൻ ആണെങ്കിലും ആ പ്രൊഡക്റ്റുമായിട്ട് ഇൻവോൾവ് ചെയ്ത് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ അതിൻ്റെ അകത്തൊരു 3 ഫിലിംസ് ഉണ്ട്, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് ഓഫ് ഫിലിം ഉണ്ടാക്കണം. അപ്പം നമ്മുടെ ചില കാൽക്കുലേഷൻസ് ഉണ്ടാവും. നമ്മൾ സോ കോൾഡ് ഫോർമുല വെച്ച് ചെയ്താൽ അതിന് റിസ്ക് ഒന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഈ റൂട്ട് എടുക്കും. ചില സമയത്ത് അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട്സ് കിട്ടും, ചില സമയത്ത് അത്ര വർക്ക് ചെയ്യില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ സേഫ് സോൺ എടുക്കാൻ, കാര്യം ഭയങ്കര ബോറിംഗ് ആയിരിക്കും ആ പ്രോസസ്സ്. നമ്മൾ ഇപ്പോൾ ഒരു ഫിലിം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ എൻ്റെ ആക്ടേഴ്സിൻ്റെ അടുത്ത് ബ്രീഫ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻസ് എടുത്ത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ, എൻ്റെ DOP എടുത്ത് സംസാരിക്കുമ്പോൾ, മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ, നമ്മൾ ഒരു എങ്ങോട്ടോ ഇത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലുള്ള ആ എനർജി ലെവലും വേഴ്സസ് നമ്മൾ ശീലിച്ച അതേ കാര്യം തന്നെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു
ഒരു ഡെഡ് അത് എന്നെ ഭയങ്കര ബോറായിരിക്കും ആ പ്രോസസ്സ്. ഓക്കെ. അഡ്വർടൈസ്മെന്റ്സ്, മൂവീസ്, ആഡ് മൂവീസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെബ് സീരീസിന്റെ ഒരു കാലഘട്ടമാണ്. സോ when are we going to see a web series from you? ഐ ഡോണ്ട് നോ. ഇതൊക്കെ ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പല സംഭവങ്ങളും എൻ്റെ മുമ്പിൽ ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് വരികയുണ്ടായി. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ഐ ഓൺലി വാണ്ട് ടു ബി ഇൻ ദ ഇൻഡസ്ട്രി ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. സോ ദാറ്റ് ക്യാൻ ബി എനി ഫോമാറ്റ്. ഞാൻ പല സമയത്തും ഫിലിം മേക്കിംഗ് ആയിട്ടും ഇപ്പോൾ അഭിനയമായിട്ടും ഒക്കെ ഓരോന്ന് എൻ്റെ മുമ്പിലോട്ട് വരുമ്പോൾ, കാര്യം നമ്മുടെ ചുറ്റിനും ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഉണ്ട്. അതെപ്പോഴാണ്, ഏത് ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യുന്ന, ഏത് സമയത്ത്, അതൊക്കെ കുറേ ഈശ്വരാനുഗ്രഹവും പിന്നെ നമ്മൾ അതിലോട്ട് അർപ്പിക്കുന്ന നമ്മുടെ ഡെഡിക്കേഷനും ഒക്കെ ഇൻവോൾവ് ആണ്. അപ്പം അങ്ങനെ പല തോട്ടുകളുണ്ട്, സ്റ്റോറീസ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഡിസ്കഷൻസ് ഉണ്ട്. ഏതെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും അൺഫോൾഡ് ആവും, എടുത്ത് ചാടും. അപ്പം ഞാൻ അങ്ങനെ ഭയങ്കര അതിൽ പ്രഷറിട്ട് അടുത്ത വർഷം ഇത് ചെയ്യണം മറ്റേ അങ്ങനെയൊന്നും ഞാൻ കാറ്റ് പോകുന്ന ഡയറക്ഷനിൽ, പക്ഷെ ആ പോകുന്ന സമയത്ത് മുഴുവൻ അതിൽ ഇൻവോൾവ് ആയിരിക്കും. അല്ല, when you talk about pressure, എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. യു ഹവ് പ്രൂവൻ യുവർ സെൽഫ് മെനി ടൈംസ് ഓവർ. അപ്പോൾ ആ സിറ്റുവേഷനിൽ ശരിക്കും ഒരു മൂവി എടുക്കാൻ പോവാണ്. 2026 ഒരു സിനിമ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സിനിമ ആയതുകൊണ്ട് പല കാര്യങ്ങളും ഒത്തുചേർന്ന് വരണം. ഓൾമോസ്റ്റ് എൻ്റെ പ്ലാറ്റ്ഫോം ഐഡിയ ആ സ്പേസ് ഒക്കെ റെഡിയാണ്, ഡ്രാഫ്റ്റുകളായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രഷർ ഉണ്ടോ? പ്രഷറൊന്നുമില്ല. എന്തിനാണ് പ്രഷർ? നമ്മൾ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. കാര്യം പ്രഷർ എന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ്. പ്രഷർ എന്തുകൊണ്ടാണ് വരുന്നത്? റിസൾട്ടിനെ പേടിച്ചിട്ടല്ലേ? അത് നമ്മുടെ കയ്യിലേ അല്ല. ഇപ്പം നല്ല കാര്യം ചിലപ്പോൾ ചീത്തയാന്ന് പറയാൻ 10 വർഷത്തിന് ശേഷം അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ലേ എത്രയോ നല്ല സിനിമകൾ. അതിനൊന്നും അർത്ഥമില്ല. നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് പൂർണ്ണ ബോധമുണ്ട്. അത് ഞാൻ കംപ്ലീറ്റ് എൻ്റെ സിസ്റ്റത്തിൽ ഡൈജസ്റ്റ് ചെയ്ത് ഞാൻ ഫുൾ കൺവിക്ഷൻ ഓടുകൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ പ്രോസസ് എൻജോയ് ചെയ്യും. റിസൾട്ടിനെ ഭയമുള്ളൂ. ഓക്കെ. ആൻഡ് ഫ്രം വാട്ട് ഐ സ്പോക്ക് ടു, എനിക്ക് ഫീൽ ചെയ്യുന്നത് പ്രകാശ് വർമ്മയുടെ ലൈഫിൽ ശരിക്കും ലൈഫ് ഇസ് ഫുൾ ഓഫ് സർപ്രൈസസ്. ഇറ്റ്സ് ലൈക്ക് ഓപ്പണിംഗ് എ ബോക്സ് ഫുൾ ഓഫ് സർപ്രൈസസ്. അങ്ങനെയാണോ? ആക്ച്വലി അങ്ങനെയാണ്. അങ്ങനെ അല്ലാത്തൊരു സമയം വന്നാൽ ബോറാവും, ഞാൻ ആക്കും. സോ ഇറ്റ് ഹാസ് ബീൻ ആബ്സല്യൂട്ട്ലി എ ഡിലൈറ്റ്. ഇത്ര നേരം നമ്മുടെ കൂടെ സംസാരിച്ചു. ഐ ആം ടോട്ടലി ഓണേർഡ്. താങ്ക് യു സോ മച്ച്. വി ആർ അറ്റ് മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് വിത്ത് ദി പ്രകാശ് വർമ്മ. താങ്ക് യു.